ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതാമൃതം 10-ാം സ്കന്ധം തുടരുകയാണ്. വ്രജത്തിൽ ഒരു വല്ലിയോ പുല്ലോ ആയെങ്കിൽ. കൃഷ്ണസന്ദേശം കേട്ട് വിരഹമുക്തകളായ ഗോപികൾ കൃഷ്ണനെ തങ്ങളുടെ ആത്മാവ് എന്നറിഞ്ഞ് ഉദ്ധവനെ പൂജിച്ചു. ഗോപികളുടെയും മറ്റു ഗോകുലവാസികളുടെയും ദുഃഖം നീക്കുന്നതിന് കുറേ മാസം ഉദ്ധവൻ അവിടെ പാർത്ത് കൃഷ്ണലീലകൾ കീർത്തിച്ച് അവരെ ആനന്ദിപ്പിച്ചു. ഉദ്ധവൻ നന്ദവ്രജത്തിൽ പാർത്ത നാളുകൾ കൃഷ്ണകഥാനുഗാനത്താൽ വ്രജവാസികൾക്ക് ക്ഷണനേരം പോലെ കഴിഞ്ഞുപോയി. നദികളും വനങ്ങളും കുന്നുകളും തടങ്ങളും മലരണിഞ്ഞ മരങ്ങളും കണ്ടും വ്രജവാസികളോട് കൃഷ്ണകഥകൾ പറഞ്ഞും ആ ഭക്തോത്തമൻ നാൾ നയിച്ചു. ഗോപികൾക്ക് കൃഷ്ണനിലുള്ള പ്രേമപാരവശ്യം കണ്ട് പരമപ്രീതനായ ഉദ്ധവൻ അവരെ നമിച്ചുകൊണ്ട് ഇപ്രകാരം ഗാനം ചെയ്തു. സർവാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഇപ്രകാരം പ്രേമം ഉറച്ച ഈ ഗോപികൾ തന്നെ മനുഷ്യരിൽ ധന്യാത്മാക്കൾ. സംസാരഭയഭീതരായ മാമുനികളും ഞങ്ങളും ഇതുതന്നെയല്ലോ തേടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവത് കഥാരസം ആസ്വദിക്കുന്നതിന് ബ്രാഹ്മണാദി ജന്മം എന്തിന്? കാട്ടിൽ പാർക്കുന്ന ഈ പുംശ്ചലികളെവിടെ? പരമാത്മാവായ ശ്രീകൃഷ്ണനിലുള്ള ഗാഠപ്രേമം എവിടെ? അറിവില്ലാത്തവരെങ്കിലും തന്നെ ഭജിക്കുന്നവർക്ക് ഈശ്വരൻ ശ്രേയസ്സരുളുമല്ലോ. വീര്യമേറിയ ഔഷധം അറിയാതെ സേവിച്ചാലും ഫലമുളവാക്കും. രാസലീലാവസരത്തിൽ കൃഷ്ണൻ്റെ കരപല്ലവത്താൽ കണ്ഠോപഗൂഹനം ലഭിച്ച് കൃതാർത്ഥകളായ ഇവർക്ക് കിട്ടിയതുമാതിരി അനുഗ്രഹം പത്മം പോലെ പരിമളവും കോമളിമയും കലർന്ന വാനവനാരിമാർക്കാവട്ടെ, ഒരു നേരവും പിരിയാതെ പ്രീതിപൂർവം പരിചരിക്കുന്ന ശ്രീദേവിക്കാവട്ടെ ലഭിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ലല്ലോ. ദുസ്ത്യജങ്ങളായ ധർമ്മമര്യാദകളെയും സ്വജനങ്ങളെയും വെടിഞ്ഞ് വേദങ്ങൾ തേടി നടക്കുന്ന മുകുന്ദ മാർഗത്തെ ഭജിച്ച ഈ ഗോപികളുടെ ചരണരേണുക്കളേൽക്കുന്ന വല്ല പുല്ലോ വല്ലിയോ വല്ലിക്കുടിലോ ആയി ഞാൻ ഈ വൃന്ദാവനത്തിൽ വന്നു പിറന്നെങ്കിൽ അതെന്തൊരു ഭാഗ്യമായിരിക്കും. ആപ്തകാമന്മാരായ വിരിഞ്ചാദികളും യോഗേശ്വരന്മാരും കമലാദേവിയും തങ്ങളുടെ ഹൃദയങ്ങളിൽ ധരിച്ച് ആരാധിച്ചു പോരുന്ന ഹരിപാദപത്മം രാസക്രീഡാകാലത്ത് സ്വകുചതടങ്ങളിൽ എടുത്തു വച്ച് പരിരംഭണം ചെയ്ത് നിർവൃത്തി നേടിയവരല്ലോ ഈ ഗോപികൾ. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണു അഭീക്ഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ഏതൊരു വ്രജവല്ലവിമാരുടെ കൃഷ്ണകഥാനുകീർത്തനം മൂലോകങ്ങളെയും പവിത്രങ്ങളാക്കി ചെയ്യുന്നുവോ ആ വല്ലവിമാരുടെ പാദരേണുക്കളെ ഞാൻ സർവദാ വന്ദിക്കുന്നു. അനന്തരം ഗോപികളെയും യശോദയെയും നന്ദഗോപരെയും മറ്റു ഗോപാലന്മാരെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് തിരിച്ചു പോകാനായി ഉദ്ധവൻ തേരിലേറി. പോകാനൊരുങ്ങിയ ഉദ്ധവനോട് നന്ദാദികൾ പലതരം കാഴ്ചദ്രവ്യങ്ങളും എടുത്ത് കണ്ണീരും വാർത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ മനോവൃത്തികൾ കണ്ണൻ്റെ കാൽത്താരിലും നാവ് നാമകീർത്തനത്തിലും ശരീരം നമസ്കാരാദികളിലും വ്യാപരിക്കുമാറാകണം. ഈശ്വരേച്ഛയാ കർമ്മഫലമനുസരിച്ച് ഞങ്ങൾ എവിടെയൊക്കെ കറങ്ങി തിരിയാനിടയായാലും ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും സർവേശ്വരനായ ശ്രീകൃഷ്ണനിൽ ഭക്തി ഉണ്ടാകുമാറാകണം. ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് ഇപ്രകാരം സമ്മാനിതനായ ഉദ്ധവൻ മധുരയിൽ മടങ്ങിയെത്തി. ഉദ്ധവൻ കൃഷ്ണനെ കണ്ട് നമസ്കരിച്ച് വ്രജവാസികളുടെ പ്രേമാതിശയത്തെ അറിയിച്ചു. അനന്തരം ബലരാമൻ, ഉഗ്രസേനൻ മുതലായവരെ കണ്ടു വണങ്ങി കാഴ്ചകൾ സമർപ്പിച്ചു. അനന്തരം ഭഗവാൻ കാമതപ്തയായ സൈരന്ധ്രിയുടെ ആശാപൂരണത്തിനായി അവളുടെ ഗൃഹത്തിൽ പോയി. സൈരന്ധ്രി സഖികളോടൊരുമിച്ച് ശ്രീകൃഷ്ണനെ യഥോചിതം സ്വീകരിച്ചു. ഉദ്ധവനെയും സാദരം സ്വാഗതം ചെയ്തു. സർവാലങ്കാരഭൂഷിതയും മദനവേപിതയുമായ അവളെ കാമപൂർത്തി വരുത്തി ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചു. ഭഗവാൻ അക്രൂരഗൃഹത്തിൽ. ഉദ്ധവനും ബലരാമനും ഒരുമിച്ച് ഒരു പ്രത്യേക കാര്യം സാധിക്കുന്നതിന് ശ്രീകൃഷ്ണൻ അക്രൂരഭവനത്തിൽ പോയി. അക്രൂരൻ രാമകൃഷ്ണന്മാരെ നമസ്കരിച്ചു. അവർ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു. ആസനസ്ഥരായ അവരെ അക്രൂരൻ യഥാവിധി പൂജിച്ചു. അവരുടെ കാൽ കഴുകി ആ തീർത്ഥം ശിരസിലും ദേഹത്തും പ്രോക്ഷണം ചെയ്തു. ദിവ്യവസ്ത്രങ്ങൾ അണിയിച്ചും മാലയും ആഭരണങ്ങളും ധരിപ്പിച്ചും ചന്ദനം ചാർത്തിയും പൂജിച്ച ശേഷം കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അനന്തരം രാമകൃഷ്ണന്മാരുടെ പാദങ്ങൾ അംഗതലത്തിൽ എടുത്തു വച്ച് തലോടി. എന്നിട്ട് സവിനയം അവരോട് ഇപ്രകാരം അറിയിച്ചു: ഭാഗ്യം കൊണ്ട് ദുഷ്ടനായ കംസൻ കൊല്ലപ്പെട്ടു. അത്യാപത്തിൽ നിന്നും ഈ കുലത്തെ ഭവാന്മാർ ഉദ്ധരിച്ചു. ഭവാന്മാർ ലോകത്തിൻ്റെ കാരണഭൂതന്മാരായ പ്രധാന പുരുഷന്മാരാണ്. ഭവാന്മാരല്ലാതെ ലോകത്തിൽ യാതൊന്നുമില്ല. ഭഗവൻ സ്വശക്തി കൊണ്ട് അവിടുന്ന് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിൽ അനുപ്രവേശിച്ച് പല രൂപത്തിൽ കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നു.
പാഞ്ചഭൗതികങ്ങളായ ചരാചരങ്ങളിൽ പഞ്ചഭൂതങ്ങൾ എന്ന പോലെ സ്വതന്ത്രനായ ഭവാൻ ആത്മസംഭൂതങ്ങളായ വസ്തുക്കളിൽ വിവിധ രൂപത്തിൽ വാണരുളുന്നു. സ്വശക്തികളായ രജസത്വ തമോ ഗുണങ്ങൾ കൊണ്ട് അങ്ങ് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് പാലിച്ച് സംഹരിച്ചു പോരുന്നു. ആ ഗുണങ്ങളോ കർമ്മങ്ങളോ അങ്ങയെ ബന്ധിക്കുന്നില്ല. ജ്ഞാനസ്വരൂപനായ അങ്ങയെ ബന്ധിക്കാൻ എന്തുണ്ട്? ഉപാധികളായ ദേഹാദികൾ അനിർവചനീയങ്ങളാകയാൽ ജീവാത്മാവിന് പോലും ജന്മമോ ഭേദമോ വാസ്തവത്തിൽ ഇല്ല. അപ്പോൾ പിന്നെ അങ്ങേക്ക് ബന്ധമോ മോക്ഷമോ ഇല്ലെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് ഞങ്ങളുടെ അവിവേകാധിക്യം കൊണ്ടാകുന്നു. ലോകഹിതാർത്ഥം അവിടുന്ന് ഉപദേശിച്ച പുരാതനമായ വേദവധത്തിന് അസത്തായ പാഖണ്ഡവധത്താൽ ബാധയേർപ്പെടുമ്പോൾ അവിടുന്ന് സത്വസ്വരൂപം സ്വീകരിച്ച് ആവിർഭവിക്കുന്നു. പ്രഭോ, അങ്ങിപ്പോൾ അസുരരാജാക്കന്മാരുടെ 100 അക്ഷൗഹിണികളെ കൊന്ന് ഭൂഭാരം കുറയ്ക്കുന്നതിനും യദുകുലത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിനുമായി വസുദേവഗൃഹത്തിൽ അവതീർണനായിരിക്കുന്നു. സർവ സുരനര പിതൃഭൂത സ്വരൂപനും ത്രിലോകപാവനമായ പാദതീർത്ഥത്തോടു കൂടിയവനുമായ അവിടുന്ന് സമാഗതനാകയാൽ ഇന്ന് ഞങ്ങളുടെ ഗൃഹം അതിപാവനമായി തീർന്നിരിക്കുന്നു. ഭക്തൻ്റെ സർവാഭീഷ്ടങ്ങളെയും സാധിക്കുന്നവനും തന്നെ തന്നെ നൽകുന്നവനും സർവദാ സമസ്വരൂപനും സത്യവാക്കും സുഹൃത്തും ഭക്തപ്രിയനുമായ അങ്ങയെയല്ലാതെ മറ്റാരെയെങ്കിലും വിവേകമുള്ളവരാരെങ്കിലും ഭജിക്കുമോ? ഭഗവൻ യോഗേശ്വരന്മാർക്കും ദേവേശ്വരന്മാർക്കും കൂടി അപ്രാപ്യനായ അവിടുന്ന് ഞങ്ങൾക്ക് ദർശനമരുളി അനുഗ്രഹിച്ചു. ദേഹഗേഹാദികളിലുള്ള ആശാപാശത്തെ അറുത്ത് ഞങ്ങളെ മായാമുക്തരാക്കി ചെയ്താലും. ഭക്തനായ അക്രൂരൻ ഇപ്രകാരം അർച്ചിച്ച് കീർത്തിച്ചപ്പോൾ ശ്രീഭഗവാൻ അക്രൂരനെ മോഹിപ്പിക്കുമാറ് മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഇപ്രകാരമരുളി: അങ്ങ് ഞങ്ങളുടെ പിതൃവ്യനും ഗുരുവും ശ്ലാഘ്യനായ ബന്ധുവുമാകുന്നു. ഞങ്ങൾ അങ്ങയുടെ മക്കൾ, എപ്പോഴും പാലിക്കുകയും പോഷിപ്പിക്കുകയും താലോലിക്കുകയും ചെയ്യപ്പെടേണ്ടവർ. അങ്ങയെപ്പോലെ പൂജ്യന്മാരും ഭാഗ്യവാന്മാരുമായവരെ ശ്രേയസ്കാമന്മാർ നിത്യവും സേവിക്കേണ്ടതാകുന്നു. ദേവന്മാർ സ്വാർത്ഥനിരതരാണ്. സജ്ജനങ്ങൾ അങ്ങനെയല്ല. ജലമയമല്ല തീർത്ഥം, മൃന്മയമോ ശിലാമയമോ ആയ വിഗ്രഹങ്ങളല്ല ദേവന്മാർ. അവ നെടുനാളത്തെ സേവനം കൊണ്ടേ സേവകനെ പരിശുദ്ധനാക്കൂ. എന്നാൽ സജ്ജനങ്ങളാവട്ടെ ദർശനമാത്രത്താൽ ജനങ്ങളെ പവിത്രരാക്കി തീർക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ശ്രേഷ്ഠനാകുന്നു. പാണ്ഡവന്മാരുടെ കുശലമറിയുന്നതിനും അവർക്ക് ശ്രേയസ്സുണ്ടാക്കുന്നതിനുമായി അങ്ങ് ഹസ്തിനാപുരം വരെ ഒന്ന് പോയി വന്നാലും. അച്ഛൻ മരിച്ചപ്പോൾ പാണ്ഡവന്മാരെയും അമ്മയായ കുന്തിദേവിയെയും മഹർഷിമാർ ഹസ്തിനാപുരത്തിൽ കൂട്ടിക്കൊണ്ടു ചെന്നു എന്നും അവരവിടെ വല്ലാതെ വിഷമിച്ചു കഴിയുന്നുവെന്നും കേൾക്കുന്നു. അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുഷ്ടന്മാരായ സ്വന്തം പുത്രന്മാരുടെ സ്വാധീനത്തിൽപ്പെട്ട് സോദരപുത്രന്മാരായ പാണ്ഡവന്മാരോട് സമനിലയിലൊന്നും പ്രവർത്തിക്കുന്നില്ല. അതിനാൽ അങ്ങ് അവിടെ പോയി പാണ്ഡവന്മാരുടെ സ്ഥിതി നല്ലതോ മോശമോ എന്നറിഞ്ഞു വന്നാലും അതിനുശേഷം സുഹൃത്തുക്കൾക്ക് സൗഖ്യമുണ്ടാവുന്നതിന് വേണ്ടത് ചെയ്യാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്രൂരനോട് ഇപ്രകാരം അരുൾ ചെയ്ത ശേഷം ബലരാമനും ഉദ്ധവനും ഒരുമിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.